പുരോഹിതന്മാരും ഒരു നേതാക്കന്മാരും നമ്മളെ രക്ഷിക്കത്തില്ല. അതിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ, അവസാനമില്ല. ഞങ്ങൾ കരയുന്നു കരയുന്നു കരയുന്നു. എത്ര കോടി വർഷം മുതൽ കണക്കില്ലാതെ അവസാനമില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഒരു മടങ്ങി വരവില്ലാത്തതുകൊണ്ട് അപ്പന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ? അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. പുരോഹിതന്മാരെ നിങ്ങൾ സേവിക്കുന്ന ജനങ്ങളുടെ അല്പമെങ്കിലും കാര്യമുണ്ടെങ്കിൽ സത്യം പറഞ്ഞവരെ സത്യദൈവത്തിലേക്ക് തിരിച്ചുകൊള്ളുവിൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് ഈ പ്രസംഗം. ലോകാവസാനത്തിന് ശേഷവും നിങ്ങളുടെ കാതുകൾ വരും, മരിച്ചതിന് ശേഷവും നിങ്ങളുടെ കാതുകൾ വരും. അത്ര അധികാരത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ പ്രസംഗിച്ചത്. നിങ്ങളെ ഇതുപോലെ സ്നേഹിപ്പാൻ മറ്റൊരാളില്ല. അവൻ പറയുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? ഒരമ്മ താൻ പ്രസവിച്ച മകനെ മറന്നു കളയുമോ? അനേക അമ്മമാരെന്ന് കേൾക്കുക, നിങ്ങൾ മറന്നു കളയുമോ? അവൻ കള്ളു കുടിച്ച് കൊലപാതകം ചെയ്താൽ നീ മറന്നു കളയുമോ, ഉപേക്ഷിക്കുമോ? ഇല്ല. യേശുക്രിസ്തു പറഞ്ഞു, അവൾ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന്. ഇത്ര നല്ലവനായ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. മരിച്ചാലും കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. എന്തോ ഒരു ആനന്ദമായി ജീവിതം. പാപമോചനം എത്ര സന്തോഷകരമാണ്. സകല ജാതി മതസ്ഥരുമേ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. അവൻ രാജാവായിട്ട് മടങ്ങി വരുന്നു. അവനിൽ വിശ്വസിച്ച് പാപമോചനം തേടി ദൈവത്തിന്റെ മക്കളായിട്ട് സ്വർഗത്തിന് അവകാശികളായിട്ട് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചിറക് മുളച്ച് പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിച്ച ഏവരെയും